ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ്. കൊച്ചി എളമക്കരയിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ സംസ്കാരം പോലീസും നഗരസഭയും ചേർന്ന് നടത്തി. പുല്ലേപ്പടിയിലെ പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരം. കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആരും എത്താത്തതിനാലാണ് പോലീസ് മുൻകൈയെടുത്ത് സംസ്കാരം നടത്തിയത്. ആരുമുണ്ടാകാതിരുന്നില്ല. പോലീസും നഗരസഭാ കൗൺസിലർമാരും വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരും ചേർന്നാണ് വിട നൽകിയത്. പുല്ലേപ്പടിയിലെ പൊതുശ്മശാനത്തിലെത്തിച്ച മൃതദേഹത്തിൽ പോലീസുകാരും നഗരസഭാ കൗൺസിലർമാരും പൂക്കളർപ്പിച്ചു. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ വിതുമ്പി. ഈ കുട്ടിക്ക് ആരുമില്ല എന്ന് ലോകം പറയുമ്പോൾ ഞങ്ങളെല്ലാവരുമുണ്ട്. നഗരസഭ, പൊതുപ്രവർത്തകർ, പോലീസ്, മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു സമൂഹം ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളായി ഇന്നിവിടെ പങ്കെടുത്തിരിക്കുകയാണ്. കരയാൻ പോലും ഞാൻ വിചാരിച്ച ഒരു അമ്മ ഇവിടെ കരയാനെത്തി. എവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല, നമ്മൾ അറിയിച്ച പോലല്ല. പക്ഷെ അമ്മയുടെ അവരുടെ മനസ്സിൽ കൊണ്ടുള്ള ഒരു കരച്ചിലാണ് നമ്മൾ കണ്ടത്. ഈ കുഞ്ഞിനെ കണ്ടതിനപ്പോ ഇത്ര നാളത്തെ ഒരു ഇതുപോലെയല്ല ഇപ്പൊ കണ്ടത്. അത് നമ്മളെ കൈവെള്ളിലും ചിരിക്കുന്ന ഒരു കൊച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ കൊച്ചുപെട്ടിയിൽ തണുപ്പേറ്റ് ചേതനേറ്റുകിടന്ന കുഞ്ഞു ശരീരത്തിനൊപ്പം പോലീസുകാർ വാങ്ങിയ കളിപ്പാട്ടവും വെച്ചാണ് യാത്രയാക്കിയത്. ഡിസംബർ 3-നാണ് 1.5 മാസം പ്രായമുള്ള കുഞ്ഞ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. മാതാവ് അശ്വതിയും സുഹൃത്ത് ഷാനിഫും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഇരുവരും അഴിക്കുള്ളിലാണ്. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഏറ്റുവാങ്ങാൻ കുഞ്ഞിന്റെ പിതാവും വിസമ്മതിച്ചതോടെയാണ് പോലീസ് മുൻകൈയെടുത്ത് സംസ്കാരം നടത്തിയത്. 24 കൊച്ചി.